ഇന്നിപ്പോൾ എല്ലാവരും എന്താ പറയുക പൈസനായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഹെൽത്തിനാണ്. അപ്പം നമ്മളും അത് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഹെൽത്ത് ഉണ്ടെങ്കിലേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. റീസെൻ്റ്ലി ന്യൂസസ് ഒക്കെ അറിയാം, 60,000 രൂപയുടെ ഒരു ജോലി റിസൈൻ ചെയ്തിട്ട് നാട്ടിലേക്ക് വന്നിട്ടുള്ള ഇതൊക്കെ. അപ്പോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എത്ര വലിയ ശമ്പളമാണെങ്കിലും അത് ഒഴിവാക്കിയിട്ട് ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക എന്നുള്ള രീതിക്ക് ഇപ്പോഴത്തെ ജനറേഷൻ വരുന്നുണ്ട്. കോർപ്പറേറ്റ്സ് ഒക്കെ ഇപ്പോൾ ഹെൽത്തിന് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് വെച്ചാൽ അവരെ വർക്കിംഗ് സ്പേസിൽ തന്നെ ജിമ്മ്, എക്സസൈസ്, യോഗ ക്ലാസ്സസ്, മൈൻഡ് ട്രെയിനിങ്സ്, അങ്ങനെയുള്ള ഇതൊക്കെ ഇപ്പോൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ തന്നെ അവരെ ഇൻ ഹൗസ് ചെയ്യുന്നുണ്ട്. കാരണം അവരും കൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട് ഈ കാര്യത്തിന്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്ത് കീപ്പ് ചെയ്യുന്നതിൽ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് പ്രിഫറൻസിന് കൊടുക്കണം. കാരണം നമ്മൾ മെൻ്റലി ഓക്കെ ആയാലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ മെൻ്റലി ആയിട്ട് നമ്മൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ജസ്റ്റ് നമ്മൾ പറഞ്ഞാൽ ഒരു കാല് മുറിയെ ഒക്കെ കഴിഞ്ഞാൽ ഓക്കെ അത് കുഴപ്പമില്ല, എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് അയാൾ മെൻ്റലി പ്രിപ്പയർ ആയി കഴിഞ്ഞാലോ ഈസി ആയിട്ട് അത് റിക്കവർ ചെയ്തെടുക്കും. അതാണ് മെൻ്റലി അതിന് അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട്.